ഇപ്പോൾ മഴയുള്ള ദിവസമാണെങ്കിൽ കൂടി അഴുക്കാണെങ്കിലിക്കോട്ടെ ചെളി ആയിക്കോട്ടെ രാവിലെ ആ ചേച്ചി കൃത്യമായിട്ട് വന്ന് റോഡൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് എല്ലാ കുപ്പകളും ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് പോവും. വണ്ടി വന്ന് അതെടുത്തുകൊണ്ടും പോകും. മഴയാണല്ലോ എന്നാൽ വരാതിരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവരവരുടെ ഡ്യൂട്ടി ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാലത്ത് തുടങ്ങി വന്ന് ക്ലീനാക്കി എല്ലാം അടിച്ചു കൂട്ടി ഇങ്ങനെ ചെറിയ ചെറിയ കൂനകളാക്കി വെച്ചിട്ട് പോകും. വേറൊരു ചേട്ടൻ ഇതുപോലത്തെ ചെറിയ ഇലക്ട്രിക്കിൻ്റെ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ടുവന്ന് ഫുള്ള് ഓരോ കുപ്പകൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കും. കണ്ടോ? എന്നിട്ട് അത് മുഴുവൻ വാരിക്കൊണ്ടുപോയി ഈ വണ്ടിയിലുള്ള എല്ലാ വേസ്റ്റും അവർ അവിടെ വെച്ചേക്കണം ആ വേസ്റ്റ് ഇടണം ബിന്നിലിടും. അങ്ങനെ കാലത്ത് തുടങ്ങിയുള്ള വേസ്റ്റ് വാരി നിറയ്ക്കുന്നതാണ് ഈ വണ്ടി വന്ന് രാവിലെ തന്നെ രാത്രി ആകുമ്പോഴേക്കും ആ ഡബ്ബ നിറഞ്ഞിട്ടുണ്ടാവും. അത് ഈ വണ്ടി വന്ന് അതെടുത്തുകൊണ്ട് ലോറിയിലിട്ട് കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊട്ടും. അങ്ങനെയാണ് ഞങ്ങളുടെ സ്ട്രീറ്റിൽ വേസ്റ്റ് ഒക്കെ വാരി വൃത്തിയാക്കുന്നത്. ഇനിയിപ്പോൾ ആ പച്ച നമ്മുടെ കൊട്ടയിൽ കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഈ ചേട്ടൻ ഇട്ട വേസ്റ്റുകൾ മുഴുവൻ ഈ ചേട്ടൻ ഇടണതും ഉണ്ടാവും. പിന്നെ ബാക്കി ആൾക്കാർ വീട്ടിലുള്ളവരൊക്കെ കൊണ്ടുവന്ന് ഇടണതും കൂടി ആകുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും നിറഞ്ഞിട്ടുണ്ടാവും. അത് വെളുപ്പിന് അതായത് ഒരു 7-7:30 മണിക്ക് ഈ ചേച്ചി വന്ന് ബാക്കിയുള്ള വേസ്റ്റുകളും കൊണ്ടുപോയി നിറയ്ക്കും. ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും ഈ വലിയ വണ്ടി വരും. അത് ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന വണ്ടി എല്ലാ ദിവസവും വരും. അതിലൊരു ചേട്ടൻ ഓടിക്കാനും ഉണ്ടാവും, 2 ചേട്ടന്മാർ ബാക്കിലും ഇരിക്കുന്നുണ്ടാവും. അവർ വന്നിട്ട് ഈ വലിയ ഡസ്റ്റ്ബിന്നിലുള്ള വേസ്റ്റുകൾ മുഴുവൻ ഈ വണ്ടിയിലേക്ക് കമത്തിയിട്ട് അവരത് കൊണ്ടുപോയി കുറേ വേസ്റ്റുകൾ മൊത്തമായിട്ട് കൊട്ടണ സ്ഥലമില്ല അവിടെ കൊണ്ടുപോയി കൊട്ടും. അപ്പോൾ ഒരു ദിവസത്തെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള എല്ലാ വേസ്റ്റും നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് പോയി കിട്ടും. ഇപ്പോൾ വണ്ടിയിൽ പ്രത്യേക സ്റ്റൈലിലാണ് ആ സാധനം എടുത്ത് ആ വണ്ടിയുടെ ബാക്കിലോട്ട് 2 കുളത്തുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അങ്ങോട്ട് കമത്തി കഴിഞ്ഞാൽ അത് മൊത്തം ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ കമത്തി എടുത്തിട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോകും. പിന്നെ രാവിലെ തുടങ്ങിയുള്ള വേസ്റ്റ് വീണ്ടും ഇതേപോലെ തന്നെ ആൾക്കാർ കൊണ്ടുവന്ന് ആ ഡസ്റ്റ്ബിൻ നിറയ്ക്കും. ചിലവരൊക്കെ ഒരു വൃത്തിമനില്ലാതെ റോഡിലേക്ക് കയറിയണവരും ഡസ്റ്റ്ബിൻ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ താഴെ ഇട്ടിട്ട് പോണവരൊക്കെ ഉണ്ട്. അത് വൃത്തിയില്ലാതെ ഇതില്ലാത്തൊരു ചെയ്യും. ഞങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ മേലേന്ന് വേസ്റ്റ് ഒരു ഡസ്റ്റ്ബിന്നിലാക്കി ചെറിയ പാത്രത്തിലാക്കി വെക്കും. കയറിട്ടിട്ട് താഴേക്ക് ഈ വേസ്റ്റ് കാരണം ചേട്ടന്മാർ വരുമ്പോൾ വണ്ടി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ താഴേക്ക് ഇട്ട് കൊടുക്കും. ആ ചേട്ടൻ അതെടുത്ത് കമത്തി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടും. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ എല്ലാവരും ആ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടുകയാണെങ്കിൽ അത് അത്രയും വൃത്തികേടാവില്ല. പക്ഷേ ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കില്ല. എല്ലാവരും അവിടേക്ക് വിളിക്കും വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് സ്ട്രീറ്റൊക്കെ മഹാമോശമായിട്ട് കിടക്കണം. അങ്ങനെ ആരും ചെയ്യാതിരുന്നാൽ നമ്മുടെ പരിസ്ഥിതി വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചേട്ടൻ അതുകൊണ്ട് ഡസ്റ്റ്ബിന്നിലിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മുഴുവൻ കെട്ടി വെച്ചാൽ മതി. രാത്രി തുടങ്ങി രാവിലെ വരെയുള്ള എല്ലാ വേസ്റ്റുകളും കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ആ ചേട്ടന് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ അതെടുത്ത് ആ ഡസ്റ്റ്ബിന്നിലിട്ട് അങ്ങനെ ഉണ്ട്. ഒരു മാസത്തിലൊരിക്കൽ ഒരു 50 രൂപയോ 100 രൂപ നമ്മുടെ സന്തോഷത്തിന് കൊടുത്താൽ അവർ മേടിക്കും. അല്ലാതെ അവർ ചോദിക്കുകയൊന്നും ചെയ്യില്ല പൈസ വേണമെന്നൊന്നും. അവരത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷമായിട്ടത് കൊടുക്കും. കാരണം റോഡിലുള്ള എല്ലാ കുപ്പയും അഴുക്കും ചെളിയും ഒക്കെ വാരി അവിടെ ആൾക്കാർ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് ശമ്പളമുണ്ട്. നമുക്ക് വേണ്ടിയല്ല അവർ പണിയെടുക്കണം. അപ്പോൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടി കുറച്ച് പൈസ കൊടുക്കും. ചിലപ്പോൾ ഇല്ല അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം കിട്ടുന്നുണ്ട്. എന്നാലും ഇത് ദിവസവും വന്ന് വൃത്തിയാക്കി അവർ വളരെ കണ്ടീഷനായിട്ട് വൃത്തിയാക്കണം. പക്ഷെ ആൾക്കാർ അതിനോട് ഒരു ഇതില്ല, യോജിക്കില്ല. അവർ തോന്നിയ മാതിരി ഇങ്ങനെ ഇട്ടിട്ട് പോകും. പല രാജ്യത്തു നിന്ന് തന്നെ പല ആൾക്കാരല്ല. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് വൃത്തിയാക്കാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഞങ്ങളുടെ സ്ട്രീറ്റൊന്നും ഒരു വൃത്തിയില്ലാതെ കിടക്കണം. ഇങ്ങനെയൊക്കെ കുപ്പ വാരി കളഞ്ഞിട്ട് കൂടി. എന്നാലും അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ വൃത്തിയായിട്ട് ചെയ്ത്. തമിഴ്നാട്ടിലെ ഒരു സ്റ്റൈലാണത്. നമ്മുടെ കേരളത്തിലൊന്നും ഇതുപോലെ ആരും വേസ്റ്റ് റോഡ് സൈഡിൽ കൊണ്ടിടത്താറുണ്ട്. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ കനാലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ട് ആൾക്കാർ നദികളും തോടുകളൊക്കെ മലിനമൊക്കെ ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ റോഡ് സൈഡിൽ ഇട്ടിട്ട് പോകാം. കൺജസ്റ്റഡ് ഏരിയ അല്ലേ. അപ്പോൾ പിന്നെ അധികം നമുക്ക് സ്ഥലങ്ങളും ഇല്ല വേസ്റ്റ് ഡംപ് ചെയ്യാൻ. അപ്പോൾ ആൾക്കാർ റോഡിലിട്ടിട്ട് പോകും.
എന്നാലും ഗവൺമെൻറ് വൃത്തിക്ക് അതൊക്കെ അതിൻ്റെ പക്വമായിട്ട് ചെയ്ത് നല്ല രസമായിട്ട് കൊണ്ടുവരും. അപ്പോൾ ശരി ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.